അപ്പൊ ഗൈസ് ഇന്ന് നമുക്ക് അടുത്തൊരു എപ്പിസോഡിലോട്ട് കടന്നു പോകുന്ന അടിപിടിച്ചടി വളി എനിക്ക് വയ്യ എന്റെ പൊന്നോ ബിഗ് ബോസ് തന്നെ തൊഴുത് നിൽക്കുന്ന എപ്പിസോഡുകളാണ് ഇതൊക്കെ. അടി പിടി വലി കലബില കലബില കാക്ക കുട്ടി കല്ലിട്ട മാതിരി. അപ്പൊ നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ 2020-2025. ഞാൻ പാർവതി. അനീഷിന്റെ നേരെയാണ് ഗൈസ് ക്യാമറ മൊത്തം. അനീഷ് തൂക്കി അനീഷ് ഈ ബിഗ് ബോസ് സീസൺ 7 പുള്ള ആട്ടപ്പാട്ടെല്ലാം എടുത്തേക്കുവാണ് കേട്ടോ. അടുത്ത കൂടെ ഉള്ള ബാക്കി കണ്ടന്റൻസ് 3G ആയെന്ന് തന്നെ പറയാം. അവർക്ക് ഒരു ബോധമില്ല. എന്നാൽ കുറച്ച് പേര് ഈ അനീഷിന്റെ സ്ട്രാറ്റജി ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അനു, മുൻഷി രഞ്ജിത്ത്, ഷാനവാസ് അവരൊക്കെ ശരിക്കും ഇത് മനസ്സിലാക്കിയാണ് കളിക്കുന്നത് കേട്ടോ. അപ്പൊ ഷാനവാസ് അനീഷിന്റെ കൂടെ നിന്ന് കുറച്ച് ഇതൊക്കെ ഫോക്കസ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പം ബാക്കി എല്ലാവരും വെറും പടുപാടുകൾ, അവർക്ക് ബുദ്ധിയില്ല. പിന്നെ രണ ഫാത്തിമ, അത് കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും ആ കൊച്ചു കാര്യം എന്താണൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം രാവിലെ തന്നെ നോറയും നടക്കുകയാണ്. ഗുഡ് മോർണിംഗ് പറഞ്ഞു. സുപ്രഭാതം ഗുഡ് മോർണിംഗ് പറയുമ്പോൾ തിരിച്ച് സുപ്രഭാതം എന്ന് പറയണമെന്നാണ് അനീഷിന്റെ വാദം. അപ്പം സുപ്രഭാതം പറയണം. ഞാൻ ഗുഡ് മോർണിംഗ് ഒക്കെ ഓക്കെ, സുപ്രഭാതം പറയണം. എന്റെ അമ്മോ അത്തെ പിടിച്ച് രാവിലെ തുടങ്ങിയതാണ്. രാവിലത്തെ സോങ് ജോണി മോനെ ജോണി. ഓക്കെ, ഈ ജോണി മോനെ ജോണി എന്നുള്ള ഇംഗ്ലീഷ് പാട്ടിനൊക്കെ അനീഷ് ഡാൻസ് കളിക്കും. പക്ഷെ സുപ്രഭാതം പറയണം, ഗുഡ് മോർണിംഗ് പറയാൻ പറ്റില്ല, സുപ്രഭാതം പറയണം. അതിന് ആദിലെ നൂറയിലും പുള്ളിയിട്ട് വട്ടം തട്ടി വാരി കോരി എന്ന് പറയാം. അതും പോരാണ്ട് ബിഗ് ബോസിന്റെ അടുത്ത് ചെന്നിട്ട് ബിഗ് ബോസ് മലയാളത്തെ അപമാനിക്കരുത്, ഈ സുപ്രഭാതം പറയണം, അതാണ് നമ്മുടെ കേരളീയ സംസ്കാരത്തിന് ചേരുന്നതെന്ന്. ഒരു കാര്യമില്ല, കണ്ടന്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇര ഇട്ടിട്ടിട്ട് കൊടുക്കുവാണ്. അതിൽ ഈ അതിലെ നൂറയും വന്ന് കൊത്തി, അനീഷിന്റെ ഇരയെ വന്ന് കൊത്തി എന്ന് വേണം പറയാം. ഞാൻ സുപ്രഭാതമേ പറയും. അതാണ് രാവിലെ തുടങ്ങിയത്. അപ്പം ആദിലെ നൂറ്, ഞങ്ങൾക്ക് മനസ്സില്ല സുപ്രഭാതം പറയാം, ഗുഡ് മോർണിംഗേ പറയൂ എന്ന് പറഞ്ഞ ആദിലെ നൂറ്. ഇവിടെ ആർക്കാണ് ഇത് കിട്ടുന്നത്, സ്ക്രീൻ സ്പേസ് കിട്ടുന്നത്? നമുക്ക് അനീഷിനാണ്. അനീഷ് ഇങ്ങനെ മാന്തിയിട്ട് ഇങ്ങനെ നടക്കുകയുള്ളൂ, വോക്കിംഗ്. പുള്ളി പ്രൊവോക്ക് ആക്കി കഴിഞ്ഞാൽ പുള്ളിയുടെ സ്ഥിരം പരിപാടി വോക്കിങ്. പിന്നെ അതിന്റെ പുറകെ ആൾക്കാർ വന്നോളൂ, ചൊറിഞ്ഞു ബാക്കി മറുപടി ചോദിക്കാം, പറയടോ വന്നോളൂ. അപ്പൊ ഓക്കെ. അപ്പൊ ഈ ജോണി മോനെ ജോണി എന്നുള്ളതിന് പാട്ടിന് ഡാൻസ് കളിക്കുമ്പോഴത്തേക്ക് അവിടെ നമ്മുടെ അഭി ചോദിക്കുന്നുണ്ട്, എടോ ഇത് ഇംഗ്ലീഷ് പാട്ടല്ലോ, ഇതിനൊക്കെ തനിക്ക് ഡാൻസ് കളിക്കാം അല്ലേ? അപ്പൊ ഇതിന് നിങ്ങൾക്ക് മലയാളവും ഇംഗ്ലീഷ് ഒന്നും ഇല്ല, അപ്പം നിങ്ങൾ ചൊറിയല്ലോ എന്ന് നമ്മുടെ അഭി ചോദിക്കുന്നുണ്ട്. അപ്പൊ മുൻഷി പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അയാളോട് മറുപടി പറയും, കൊച്ചു കാര്യത്തിൽ നിങ്ങൾ നിങ്ങളെ ഒരു ഏരയാക്കുവാണ്. മുൻഷിക്ക് കാര്യം മനസ്സിലായി, നിങ്ങൾ ഒരു ഏരയാക്കുവാണ്. അത് വെച്ചിട്ട് അനീഷ് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുവാണ്, നിങ്ങൾ വിട്ടുകള എന്ന് ഒക്കെ പറയുന്നുണ്ട്. ഈ ഗുഡ് മോർണിംഗ് സുപ്രഭാതം ഇതിനൊക്കെ രേണുവും പിന്നെ ശാരിക ഇവരെല്ലാം കയറി പഠിക്കുന്നുണ്ട്. ഇടപെടോന്ന് പറഞ്ഞ് ശാരികയും തുടങ്ങുന്നുണ്ട്. എന്തിനാണോ അതിന്റെ ഇടയ്ക്ക് ഒന്നുമില്ലാഞ്ഞിട്ട് രേണു കയറി അങ്ങോട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. പിന്നെയാണ് ഓക്കെ, അടുത്ത സുപ്രഭാതത്തിന്റെ വഴക്ക് കഴിഞ്ഞു, മുടിയൻ തീർന്നു, ശല്യം രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത വഴക്ക് എന്ന് പറഞ്ഞാൽ ആര്യനും അഭിയും തമ്മിലാണ്. തുമ്മുമ്പോ മോത്ത് തീർക്കുന്നു, അതാണ് വിഷയം. അത് പിന്നെ ഇങ്ങനെ വർത്താനം പറയുമ്പോഴത്തേക്ക് തുപ്പല് തെറിച്ചപ്പോഴത്തേക്ക് നമ്മള് അത് കാർക്കിട്ട് എന്ന് തുപ്പിയത് പോലെയാണ് അവിടുത്തെ വഴക്ക്. ഈ നിസ്സാര കാര്യങ്ങൾക്കാണ് ഈ വഴക്കുണ്ടാക്കുന്നത്. പിന്നെ അവിടെയും വന്നിട്ട് മലയാളം പറയണം എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ വന്ന് ഇടയ്ക്ക് കയറുന്നുണ്ട്. അപ്പൊ പനിക്കാണ് അനീഷിനെ കാണുമ്പോൾ ചൊറിഞ്ഞു മാതി കയറുക. അവർ വിട്ടുകൊടുക്കുന്നില്ല, പരസ്പരം വിട്ടുകൊടുക്കുന്നത്. അനീഷിനോട് നീ മിണ്ടാർ അവിടെ അങ്ങനെ ഇരുന്നോണം, ഇല്ലെങ്കിൽ നീ മിണ്ടാർ അവിടെ ഇരുന്നോണം. അപ്പം നിന്റെ ഒരു ഗുഡ് മോർണിംഗ് സുപ്രഭാതത്തിന്റെ ഒക്കെ അർത്ഥം ഞങ്ങൾക്ക് അറിയാം, എല്ലാം ഒന്ന് തന്നെയാണ് അറിയാം. നീ കൂടുതൽ ടീച്ചറൊന്നും ആവണ്ട, ഞങ്ങൾ ആരെയും പഠിപ്പിക്കാനൊന്നും വരണ്ട. നീ കൂടുതൽ ആൾ വിളിച്ചോണ്ടല്ലോ, എല്ലാരും ഒരുപോലെയൊക്കെ തന്നെ. നിന്റെ പുറകെനല്ല ഞങ്ങൾ വരുന്നത്, നീ ഞങ്ങളുടെ പുറകെനാണ് വരുന്നത്, നീ മനസ്സിലാക്കുക. പ്രൊവോക്കിംഗ്. അപ്പൊ അനീഷ് മലയാളത്തെ അപമാനിക്കരുത്, ഇതങ്ങ് റിപ്പീറ്റ്. മലയാളത്തെ അപമാനിക്കരുത്. എന്റെ പൊന്നോ, നമ്മൾ മടുത്തു പോയി. ആരും അപമാനിച്ചില്ല, കണ്ടന്റ് കിട്ടണം, കണ്ടന്റ്. അപ്പൊ ഈ അനീഷ് ഇങ്ങനെ കണ്ടന്റ് ഇട്ടിട്ട് കൊടുക്കണം, ഫോക്കസ് മൊത്തം അനീഷിലോട്ടാണ് വരുന്നത് മൊത്തം. അപ്പത്തേക്ക് നമ്മുടെ ഷാനവാസ് അപമാനിക്കരുത് അവിടെ സോൾവ് ആക്കുവാണ്. ഇവിടെ മലയാളത്തെ അപമാനിക്കുന്നവർ ആരെങ്കിലും കൊണ്ട് കൈവെക്കൂ. അപ്പൊ ആരും കൈവക്കില്ല. അപ്പൊ ശരി. അപ്പൊ ആരും മലയാളത്തെ അപമാനിച്ചില്ല, ഓക്കെ, പ്രോബ്ലം സോൾവ്. ഓക്കെ. അപ്പൊ അതവിടെ തീർന്നു. അടുത്ത വഴക്കാണ് ഷാനവാസും അനുവും തമ്മിലുള്ളത്. ഇത് വെറുതെ ഒരു കാര്യമില്ലാണ്ടുള്ള വഴക്കാണ്. അതായത് അപ്പാനിയുടെ കഴുത്തിന് വേദനയാണ്. അപ്പൊ ഡോക്ടറുടെ മെഡിക്കൽ ആവശ്യമുണ്ടോ എന്ന് പറയുന്നു. അന്നേരം അനു വന്ന് ചോദിക്കുന്നു, ചെറിയ കഴുത്ത് വേദനയൊക്കെയല്ലോ, അതിന് മെഡിക്കലിന്റെ ആവശ്യമുണ്ടോ? ഡോക്ടറുടെ ഒന്നും ആവശ്യമില്ല, അതിന് പിന്നെ ചൂടുവെള്ളമോ മറ്റോ ഒന്നും കൊണ്ടാൽ മതി. അപ്പത്തേക്ക് അവിടെ ഷാനവാസ് കയറി പറയുന്നു,
നീ എന്താണ് നീ പറഞ്ഞത്? ഡോക്ടർമാർ ചുമ്മാ ഇരുന്ന് പൈസ വാങ്ങുന്നത്. ചേച്ചി അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. തുടങ്ങിയില്ലേ ഗായ്സ്, അവിടെ തുടങ്ങി വഴക്ക്. അപ്പത്തേക്ക് ഇത് ശരിക്കും ഷാനവാസ് കൈ നിട്ട് പറഞ്ഞതാണ്. അനു അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അവര് ബാർഗിൻ ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറയുന്നുണ്ട്. അപ്പൊ അനു ഇങ്ങനെ ഇവരുടെ വഴക്കിന്റെ ഇടയിലോട്ടാണ് നമ്മുടെ ബിന്നിയും അക്ബറും വരുന്നത്. അപ്പൊ ബിന്നി ഓൾറെഡി ഡോക്ടറാണല്ലോ. അപ്പൊ ബിന്നി അക്ബറും വന്നിട്ട് അതിനകത്ത് ഇടപെടുന്നുണ്ട്. അനു അങ്ങനെ പറഞ്ഞു, അത് മോശമായിപ്പോയി, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഡോക്ടർമാർ ഒരിക്കലും പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഇരിക്കുന്നത്, അവിടെ നമുക്ക് അതിന് സർവീസ് ഉണ്ട്, സർവീസും പിന്നെ കുറച്ച് അതിന് കോമ്പൻസേഷൻ ആയിട്ട് കുറച്ച് എമൗണ്ട്സും കിട്ടും. അങ്ങനെ അപ്പത്തേക്ക് അനു, ഇല്ല ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, അയ്യോ എന്റെ പൊന്നോ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞോണ്ട് അനു. അപ്പൊ തുടങ്ങി എന്റെ പൊന്നു കരച്ചിൽ, ഓരോന്നൊന്നര കരച്ചിൽ. അനു എനിക്ക് പറ്റത്തില്ല, എനിക്ക് എന്റെ വീട്ടിൽ പോകണം ഗൈസ്, എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് ഇങ്ങനൊന്നും പറ്റില്ല. പിന്നെ എന്തിനാണ് മോളെ കെട്ടിയും പെടക്കി ഇങ്ങനെ ബിഗ് ബോസിലോട്ട് വന്നത്? ഇതൊക്കെ നീ മുമ്പേ മോളെ, നീ ഇത് മുമ്പത്തെ ബിഗ് ബോസ് എല്ലാം കണ്ടതല്ലേ? കരച്ചില് പിഴിച്ചില് സെന്റിമെന്റ്സ് ഒന്നും പറ്റാതില്ല, നീ ബോൾഡായിട്ട് കളിച്ച മോക്ക് കൊള്ളാം. ഈ സൈഡ് ക്യൂട്ട്നെസ്സും സംഭവം വെച്ചോണ്ടിരുന്നുണ്ട് 1, 2, 3 4ാമത്തെ ആഴ്ച വീട്ടിൽ ഇരിക്കേണ്ടി വരും. അപ്പൊ അനുമോള് ഈ കരച്ചിലും പിടിച്ചു നിർത്തി ഗെയിമിലോട്ട് ബോൾഡായിട്ട് ഇറങ്ങിയാക്കൊള്ളും. പിന്നെ ഷാനവാസ് പുറകിന് പോകുന്നുണ്ട്. മക്കളെ കരയരുത്, നീ ബോൾഡായിട്ട് നിൽക്കണം. ഇല്ല നിങ്ങൾ എന്താണ് ഈ പറഞ്ഞത്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല, നിങ്ങൾ കള്ളത്തരം പറഞ്ഞല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ തുടങ്ങുന്നു. അപ്പം എന്ന് പറയും, ഇല്ല ഞാൻ കാര്യം എനിക്ക് കരഞ്ഞേ പറ്റുള്ളൂ, ഞാൻ നേരത്തെ തമാർപ്പടയിലും എല്ലാം കരച്ചിലാണ്, ഫുൾ കരച്ചിൽ. ഇവിടെ എന്റെ തങ്കുവിനെ എവിടെ, എന്റെ തങ്കു എന്നെ ആശ്വസിക്കും. എന്റെ പണി ഇത് തമാർപ്പടയല്ല, ഇത് ബിഗ് ബോസ് ആണുള്ള കാര്യം അനു എപ്പോഴും മറന്നു പോവാണ്. അപ്പൊ ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ്, ആക്ടിവിറ്റി തുടങ്ങണം, ആക്ടിവിറ്റി. ഇവിടെ പൊരിഞ്ഞാടിയാണ്, അവിടെ ആക്ടിവിറ്റി ഒന്നും കേൾക്കാൻ സമയമില്ല. അതിന്റെ ഇടയിൽ വഴക്ക് ചിലപ്പോൾ കുട്ടി കല്ലിട്ട പോലെ ഒന്നും കേൾക്കത്തില്ല. പിന്നെയും ബിഗ് ബോസിന്റെ അടുത്ത് നിങ്ങൾ നിർത്ത്, എന്താണ് ഇവിടെ കിടക്കുന്നത്? നിങ്ങളെല്ലാം കൂടെ ആ മൈജി കോർണറിലോട്ട് വന്നിരിക്കും. ഉടനെ അനീഷ് വെയിലില്ലാത്തിരിക്കണം. അപ്പത്തേക്കാണ് അപ്പ എനിക്ക് പുള്ളി പറഞ്ഞു, പിന്നെ ഞാൻ കറിയാം താങ്കളോട് എവിടെ ഇരിക്കണം, ഞാൻ കറിയാം, താങ്കളോട് പഠിപ്പിക്കൊന്നും വേണ്ട. അങ്ങനെ അടിപേടി. പിന്നെ ബിഗ് ബോസ് അവസാനം പറഞ്ഞു, ഉടനെ ബിഗ് ബോസ് ഒന്നും മിണ്ടായിരിക്കോ ശാന്തം പണ്ടാരടങ്ങാണ്ട്, ഇതുങ്ങളെല്ലാം കൂടെ എന്റെ പൊന്നോ എന്തൊരു കഷ്ടകാലത്താണ് ഈ മുടിയാണ്ട് ഇതെല്ലാം കൂടെ കെട്ടിയെടുത്തെന്ന് ബിഗ് ബോസ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഒന്നും മിണ്ടാതിരിക്കോ, നിങ്ങളൊന്ന് ശാന്തരാകും എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പം ബിഗ് ബോസിനെ പറഞ്ഞു, നിങ്ങൾ പലരും ഓഡിയേഷന് വന്നപ്പോഴത്തേക്ക് ചോദിച്ചല്ലോ ഇത് സ്ക്രിപ്റ്റഡ് ആണോ എന്ന്. ഇപ്പൊ ബിഗ് ബോസ് ആയി ഞങ്ങൾക്ക് സംശയം, നിങ്ങൾ ആരാണ് സ്ക്രിപ്റ്റ് ചെയ്ത് കളിക്കുന്നത്, ഇത് എന്തുവാണ് നിങ്ങൾ കാണിക്കുന്നതെന്ന് അടപടലം ഇവരെ ശരിക്കും ആക്കി ഊക്കി വിടുകയാണ് ബിഗ് ബോസ് ചെയ്യുന്നത്. ഇത് ബിഗ് ബോസ് എന്നിട്ട് പറയുന്നുണ്ട്, ഇതെല്ലാം ഞങ്ങൾക്ക് കണ്ട് ബോധ്യപ്പെട്ടു, ബിഗ് ബോസിന് തൃപ്തിയായി. 2ാം ദിവസം തന്നെ ഇങ്ങനെയാണ്, ഈ മുന്നോട്ട് എന്താണ്. അപ്പൊ ഒരു മോർണിംഗ് ആക്ടിവിറ്റീസ് തരുവാണ്, രാവിലെ നടന്ന കാര്യം റീക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ശരി, റീക്രിയേറ്റ്. അപ്പൊ പിന്നെ ഒരു കാര്യം കൂടെ ചോദിക്കുന്നു, അനു നിന്റെ മോത്തിട്ടിരിക്കുന്ന മേക്കപ്പ് എവിടുന്നാണ്? നിനക്ക് മേക്കപ്പ് സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ ആരും മടിച്ചിങ്ങനെ നിൽക്കുവാണ്. പനിഷു, ബി യുവർ സെൽഫ്. അവിടെ പനി അവിടെയും പനി കയറി പിടിക്കുവാണ്. ഓക്കെ, അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ അവിടെ പനി കയറി പിടിക്കുമ്പോൾ അനീഷ് റിയാക്ട് ചെയ്തു. ഓക്കെ, അടുത്തതാണ്. അപ്പൊ രാവിലത്തെ മോർണിംഗ് ടാസ്ക് ആണ്. അപ്പൊ രാവിലെ നടന്ന സംഭവങ്ങൾ റീക്രിയേറ്റ് ചെയ്യുകയാണ്. ഇപ്പൊ അനീഷിന്റെ ക്യാരക്ടർ റോൾ ഏറ്റെടുക്കുന്ന അപ്പാനിയാണ്. അവിടെ ഇങ്ങനെ ഇത് നന്നായിട്ട് ഇവരിങ്ങനെ ഇത് ചെയ്യുമെങ്കിലും കടന്ന് അലമ്പാക്കുവാണ്. നമുക്ക് ശരിക്കും നമുക്ക് ഒന്നും മനസ്സിലാത്തില്ല അതിനകത്ത് എന്താണ് കാണിക്കുന്നത്. അപ്പം ഈ അനീഷിന്റെ റോൾ അപ്പാനി ഇങ്ങനെ ചെയ്യുവാണ്. സുപ്രഭാതം അതെല്ലാം ഇങ്ങനെ കടന്ന് കാണിക്കുമ്പോഴത്തേക്ക് അനീഷ് ഈശ്വര ഇവൻ എന്നെ കടന്ന് വാരുവാണല്ലോ എന്ന് വിചാരിച്ച അനീഷ്, ഇത് ഞാനല്ല, ഇത് വളരെ മോശമായിട്ടാണ് എന്നെ അവതരിപ്പിച്ചത്. അപ്പൊ ശാരിക പറഞ്ഞു, ഉണ്ടായിരിക്കട്ടോ, ഇത്രയെല്ലാം അവതരിപ്പിച്ച് ഞങ്ങളുടെ മനെ താൻ ഇതിന് മോശമാണോ, താന്റെ ക്യാരക്ടർ വെറും മോശമാണോ, താൻ ഇങ്ങനെ എല്ലാവരും ചൊറിയാണോ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അങ്ങനെ അപ്പാനും രഞ്ജിത്ത് എല്ലാരും രഞ്ജിത്ത് എല്ലാരും അനീഷിന്റെ നേരെ തുടങ്ങി. അപ്പൊ ഉടനെ ഇത് മലയാള ഭാഷയെ അപമാനിക്കരുത് അപ്പൊ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും തുടങ്ങി. അപ്പൊ ഷാനവാസ്, ആരാണ് മലയാള ഭാഷയെ അപമാനിക്കുന്നത്, എല്ലാവരും ബഹുമാനിക്കണം കേട്ടോ, എല്ലാവരും ബഹുമാനിക്കണം. അപ്പൊ റന ഫാത്തിമയും വരുന്നുണ്ട്. നിങ്ങൾ അപ്പൊ ശരി, ആരും നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ആരും മലയാള ഭാഷയെ അപമാനിച്ചിട്ടില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ റേന കൊച്ചു വന്നിട്ട് പറയാണ്, നിങ്ങൾ എല്ലാവരും അനീഷിന്റെ പുറയിലാണ്. അപ്പൊ ഇത് അനീഷ് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്ന അവരുടെ ഒരു സ്ട്രാറ്റജിയാണ്. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ അനീഷിന്റെ പുറകെ ഇങ്ങനെ നടന്ന് നിങ്ങളെ പ്രൊവോക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ആ നിസ്സാര കാര്യങ്ങൾക്കാണ് പുള്ളി പ്രൊവോക്ക് ചെയ്യുന്നത്. നിങ്ങൾ ആ കാര്യം അവിടെ നിന്ന് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് പിന്നെ കണ്ടന്റ് കിട്ടത്തില്ല. പിന്നെ അയാൾ എവിടെയെങ്കിലും പോട്ടെ, അപ്പൊ നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ആ റെന കൊച്ചിന് കാര്യം മനസ്സിലാക്കി, കൊച്ചു ഗെയിം മനസ്സിലുണ്ട്. പക്ഷെ ആ കൊച്ചിന്റെ അത്രയും വിവരം പോലും മറ്റുള്ളവർക്ക് ഒരു ബോധവും ഉദിച്ചിട്ടില്ല. പക്ഷെ കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായി, അനുവിന്, മുൻഷി രഞ്ജിത്ത്, ഷാനവാസ്, അങ്ങനെ അവർക്കൊക്കെ ആര്യെ അവർക്കൊക്കെ സംഭവം പിടികിട്ടിട്ടുണ്ട്. അപ്പൊ റെന പറയുന്നുണ്ട്, അപ്പൊ അക്ബർ പറയുന്നുണ്ട്, ഞങ്ങൾക്കൊക്കെ അറിയാം, പക്ഷെ ഇയാളുടെ സ്വഭാവം കാരണം നമ്മൾ അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. അപ്പൊ റെന പറയുന്നുണ്ട്, പക്ഷെ അത് മാത്രം പോലും നമുക്ക് വോട്ട് കിട്ടണ്ടേ, നമുക്ക് കിട്ടേണ്ട വോട്ട് എല്ലാം കൂടെ അനീഷ് പുള്ളി അങ്ങ് കൊണ്ടുപോകും, പിന്നെ നമുക്ക് എന്തോട്ട് കിട്ടും. അപ്പത്തേക്ക് മറ്റുള്ളവർ പറഞ്ഞു, വോട്ടിന്റെ കാര്യമൊക്കെ എന്തിനാ പറയുന്നത്. അപ്പത്തേക്ക് റെന പിന്നെ വോട്ട് കിട്ടാതെ പിന്നെ നമ്മൾ എന്നെ കാണാനാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്.
പിന്നെ അടുത്ത ടാസ്ക് ആണ്. അപ്പൊ ടാസ്ക് ഇന്ന് നോമിനേഷൻ വരാത്തവരാരാണോ അവരാണ് ടാസ്കിനകത്ത് പങ്കെടുക്കേണ്ടത്. അതായത് നമുക്ക് പണിപ്പുരയിലുള്ള സാധനങ്ങൾ എടുക്കണം. ഇതുവരെ കുറച്ച് പേർക്കൊക്കെ ഇത് കിട്ടിയിട്ടുള്ളൂ. അപ്പം ബാക്കിയുള്ളവരുടെ സാധനങ്ങളൊക്കെ എടുക്കണം. അതിനുള്ള ടാസ്ക് ആണ് അടുത്ത ബിഗ് ബോസ് കൊടുക്കുന്നത്. അപ്പൊ അവിടെ അടിയാണ് കേട്ടോ. അപ്പം ഇതിലാര് പോകും, ആര് ഇതിനാ ടാസ്ക് ചെയ്യാൻ വേണ്ടി പോകുമല്ലോ. അപ്പൊ ഇതിൽ ആര് പോകണം അതിനെ ചൊല്ലി അടി. പിന്നെ അത് പിന്നെ സോൾവ് ആയി. പിന്നെ അതിനകത്ത് ഫൈനലി അതിലെ നോറയും അക്ബറും ഒക്കെ പോകാമെന്ന് തീരുമാനിക്കുന്നു. അപ്പം അവിടെ പറയുന്നു ഓക്കെ. അപ്പൊ ഒരു ബൗളുണ്ട്, ടാസ്ക് വെച്ചൊരു ബൗളുണ്ട്. അതിനകത്ത് 5-6 ചീട്ടുണ്ട്. ആ ചീറ്റിൽ ഒരെണ്ണം പിക്ക് ചെയ്യണം. അപ്പൊ അതിലെടുക്കണം. അപ്പൊ ഇതിനകത്തൊക്കെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അപ്പൊ പോയിന്റ്സ് സമയമാണ് അതിനകത്ത് മെൻഷൻ ചെയ്തേക്കുന്നത്. അന്നേരം ഇത്ര പോയിന്റ്സിനുള്ളിൽ ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര പോയിന്റ്സ് ഉള്ള സാധനങ്ങൾ എടുക്കാം. ഇവർക്ക് 3 പേർക്കും എടുക്കാം. അപ്പൊ ഇവർ സെലക്ട് ചെയ്ത് 16 സെക്കൻഡിൽ 16 സെക്കൻഡ് കൊണ്ട് 575 പോയിന്റ്സ് വരെയുള്ള സാധനങ്ങൾ എടുക്കാം. അഥവാ ഈ 16 സെക്കൻഡിനുള്ളിൽ എടുത്തില്ലെങ്കിൽ അവർക്ക് ഒരു സാധനം എടുക്കാൻ പറ്റില്ല. അഥവാ 16 സെക്കൻഡ് നമ്മൾ പോയിന്റ്സിനെക്കാളും കൂടുതൽ സാധനം എടുത്തെങ്കിൽ അതിന് പോയിന്റ്സിനുള്ള സാധനം മാത്രം എടുത്തിട്ട് ബാക്കി അവർക്ക് ബിഗ് ബോസിന് തിരിച്ചു കൊടുക്കണം. അപ്പൊ സ്വന്തം സാധനമോ മറ്റുള്ളവരുടെ സാധനമോ എടുക്കാം. അപ്പൊ സ്വന്തം സാധനം എടുക്കുവാണെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള ബാസ്ക്കറ്റിലും, മറ്റുള്ളവരുടെ സാധനം എടുക്കുവാണെങ്കിൽ ജനറൽ ആയിട്ടുള്ള ബാസ്ക്കറ്റിലുമാണ് ഇടേണ്ടത്. അപ്പൊ ഈ ഫുഡ് അപ്പൊ ഓരോന്നിനും ഓരോരോ ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് കോഫിക്ക് കോഫി ആണെങ്കിൽ 200 പോയിന്റ്, സ്കിൻ കെയർ ഐറ്റംസ് ആണെങ്കിൽ അതിന് 200 പോയിന്റ്, മട്ടൺ ആണെങ്കിൽ 1 കിലോയ്ക്ക് 200 പോയിന്റ്, ബ്രെഡിനാണെങ്കിൽ 50 പോയിന്റ്. അങ്ങനെ പല സാധനത്തിനും പല ഒരു കുറെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ പോയിന്റും ഈ സാധനത്തിന്റെ പോയിന്റ് ഉള്ള കുറെ പോയിന്റ് മെൻഷൻ ചെയ്ത് കുറെ ഒരു ലിസ്റ്റ് ഇവർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവര് ഇവർ 3 പേരും മത്സരിക്കാൻ വേണ്ടി അതിനുള്ളിലോട്ട് കയറി 16 സെക്കൻഡ് ടപ്പേ 16 സെക്കൻഡും പോയി. പക്ഷെ ഇവർക്ക് ആർക്കും ഒരു സാധനം എടുക്കാനില്ല. 3ാമത്തെ ബസറിൽ അവർ 3 പേരും അതിനുള്ളിൽ തന്നെയാണ്. അവർക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ആർക്കും ഒരു കുന്തവും കിട്ടിയില്ല. ഓക്കെ, അങ്ങനെ അടപടനം 3G ആയിട്ട് ഇങ്ങ് പോകുന്നു. എന്റെ ഇടയിൽ എവിടെ കിടന്നാണ് ഇവരെന്ന് അറിയത്തില്ല. ഇവരുടെ വിചാരം ഇത് ജസ്റ്റ് ഒരു 16 മണിക്കൂറല്ല, 16 സെക്കൻഡേ ഉള്ളൂ, 16 മിനിറ്റ് പോലും 16 സെക്കൻഡുകൾ എടുക്കേണ്ടതാണ്. ഇവരെല്ലാം കൂടെ വാരി പെറുക്കി കൂട്ടിയെടുക്കാനാണ് ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഒരു കൊണ്ടുവരുന്നത്. ഒരു മൂള ഇല്ലാത്തതങ്ങളാണ് പോയത്. ഓക്കെ, അപ്പം പിന്നീട് ഒരു പട്ടി വരയ്ക്കുന്നു. അവിടെ RJ ബിൻസി കിടന്ന് ഉറങ്ങിയത് കാരണം പട്ടി വരയ്ക്കുന്നുണ്ട്. അപ്പം ഓക്കെ, പിന്നെ ഇവര് ഫുഡിലോട്ട് വെക്കുമ്പോൾ ആദില ചോദിക്കുന്നുണ്ട്, ചേട്ടാ ഫുഡിന്റെ കാര്യത്തിൽ എന്താണ് ചേട്ടൻ വലിയ ഇതൊന്നും പറയാത്തത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഉടായ്പുമായിട്ട് വരുന്നതാണല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഉടനെ അതിനകത്ത് റെന കയറി ഇടപെടുന്നുണ്ട്. റെന ഫാത്തിമ പറയുന്നുണ്ട്, അല്ല നമ്മുടെ അനീഷ് പറയുന്നു, ഞാൻ റെന പറഞ്ഞൊക്കെ ഞാൻ അറിയുന്നുണ്ട്, നിങ്ങൾ ആരോടും മിണ്ടരുത്, നിങ്ങൾ ആരും എന്നോട് മിണ്ടരുതെന്ന് പറഞ്ഞു നടക്കുന്ന കാര്യമൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. അപ്പൊ റെന പറഞ്ഞു, ചേട്ടാ അങ്ങനെയല്ല, ചേട്ടൻ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ അറിയാം. അപ്പൊ അതിന് ആ കാര്യം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ റെന പറയുമ്പോഴത്തേക്ക് അങ്ങനെ അവിടെ ഒരു സംസാരം നടക്കുന്നു. അപ്പൊ ഷാനവാസ് അതിന്റെ ഇടയ്ക്ക് കയറി വരും. അപ്പൊ അവിടെ കുറച്ചധികം പിന്നെ അപ്പോഴും ഗോള് അനീഷിന്റെ തട്ടിലോട്ട് പോകണം. അപ്പൊ നമ്മുടെ ഷാനവാസ് വന്നിച്ച് പറഞ്ഞു, റെന ഇപ്പൊ ആരാണ് സ്ക്രീൻ സ്പേസ് കൊടുത്തത്? ഇപ്പൊ നീ അല്ലേ കൊടുത്തത്? അപ്പൊ ശരി, റെന സമ്മതിക്കുന്നു, ഞാനാണ് കൊടുത്തത്. ഇതുപോലെയാണ് ഞങ്ങളുടെ കാര്യത്തിലും ഉള്ള സംഭവങ്ങൾ വരുന്നത്. ഇപ്പൊ മനസ്സിലായോ? പിന്നെ ബിന്നി അവിടെ വന്ന് ചോദിക്കുന്നുണ്ട്, ചേട്ടാ ഷാരികയുടെ ഇന്റർവ്യൂ ആ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്ത സമയത്ത് ചേട്ടൻ എന്തിനാണ് ഇങ്ങനെ പ്രൊവോക്ക് ചെയ്ത് ഇതാക്കിയത്? അത് മോശമല്ലേ എന്നൊക്കെ അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് അതിന് തട്ടിമുട്ടിയൊക്കെ മറുപടി പറഞ്ഞ് നമ്മുടെ അനീഷ് പോകുന്നുണ്ട്. അതായത് അത് ഫേക്ക് ആണ് ഞാൻ പറയുക തന്നെ ചെയ്യും, അത് ഫേക്ക് ആണെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി അത് പോന്നു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവർക്ക് മറ്റേ യൂണിഫോം, ഇവരുടെ സ്വന്തം ഡ്രസ് അല്ല, ബിഗ് ബോസ് ആ യൂണിഫോം ഇവർക്ക് കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ പിന്നെ ഇവർക്ക് ഡ്രസ്സ് മാറണമല്ലോ, അല്ലെങ്കിൽ അത് കൊള്ളില്ലല്ലോ. അപ്പോഴത്തേക്ക് ഇവർക്ക് ആ യൂണിഫോം വന്നിട്ടുണ്ട്, അത് ഇവർക്ക് കൊടുക്കുന്നു. പിന്നെ അടുത്ത ഒരു ടാസ്ക് എന്ന് പറഞ്ഞാല് ഈ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു, നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് നമ്മൾ പറഞ്ഞിരുന്നു എത്ര പേര് ഇവരുടെ ബെഡ്റൂമിൽ കിടന്ന് ഉറങ്ങുമെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ സംഭവിച്ചു. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എല്ലാവർക്കും ആ ബെഡ്റൂമിൽ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. അതിനുള്ള ഒരു പണിയുമായിട്ടാണ് ബിഗ് ബോസ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിനകത്തുനിന്ന് 4 പേരെ സെലക്ട് ചെയ്യണം. അതായത് ഇതിനകത്തുനിന്ന് ക്യാപ്റ്റനെ ഒഴിവാക്കിയിട്ടുണ്ട്. ക്യാപ്റ്റൻ സേഫ് ആണ്. അപ്പം ക്യാപ്റ്റനെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവർ 4 പേര് നിങ്ങൾ സെലക്ട് ചെയ്തേച്ച് അവര് ഗാർഡൻ ഏരിയയിൽ, അതായത് ലൈറ്റ്സ് ഓഫ് തൊട്ട് ലൈറ്റ്സ് ഓൺ വരെ, അതായത് രാത്രി തൊട്ട് രാവിലെ വരെ ഗാർഡൻ ഏരിയ ചെലവഴിക്കണം. രാത്രി ഉറങ്ങാൻ പാടില്ല. 4 പേർക്കും കൂടെ ഒരു കട്ടിലേ ഉള്ളൂ. അപ്പം എവിടെ കിടന്ന് ഉറങ്ങിയാലും അത് ശരിയാത്തില്ല, ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ നിങ്ങൾ ഗെയിം കളിക്കണം എന്ന് പറയുന്നു. അപ്പം ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ റെഡ് സോണിൽ കൊണ്ടുവരും. റെഡ് സോണിൽ കൊണ്ടുവന്ന ഡയറക്റ്റ് എവിഷൻ ആയിരിക്കും. അങ്ങനെയൊക്കെ ഒരു അടിപൊളി ഒരു പ്ലാൻ. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ബിഗ് ബോസ് അറിഞ്ഞ് കളിക്കുവാണ്. ഒരു രക്ഷയില്ല. ഇവരെ ശരിക്കും ഒരു മെനക്കെടുത്തുന്ന പരിപാടിയാണ്. ഓ ഗോഡ്, മറന്നുപോയി. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ എപ്പോഴും ചോദിക്കുന്ന പോലെ നിങ്ങൾ എല്ലാവരും എന്റെ വീഡിയോ കാണണം, ലൈക്ക് ഷെയർ കമന്റ് എല്ലാം ചെയ്യണം. എന്നെ കൂടെ 10 പേര് അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ചാനലൊന്ന് എല്ലാവരും ഒന്ന് ഇച്ചിരി വിജയിപ്പിച്ച് കൊണ്ടുവരണം. ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത്
ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഓക്കെ, അടുത്ത ഇപ്പൊ കുറച്ച് ലെന്തി ആയിട്ടുണ്ട്. എന്തെങ്കിലും മാറ്റം, ഈ പറയുന്നതിൽ എന്തെങ്കിലും മാറ്റമൊക്കെ വരുത്തി ചെയ്യണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. എങ്ങനെ ചെയ്യണം, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല, എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ എല്ലാം പറയുക. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.